പണ്ടൊരു പരസ്യത്തിൽ പറഞ്ഞ പോലെ ദൈവം ഇല്ലാതിരുന്നെങ്കിലോ അതുകൊണ്ട് അമേരിക്ക ഇല്ലാതിരുന്നെങ്കിലോ, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഇഫ് US didn't exist, which country would have dominated the world? ചൈന, റഷ്യ, ഇന്ത്യ. US ഇല്ലാതിരുന്നെങ്കിൽ ബ്രിട്ടൻ ആയനെ. ബ്രിട്ടൻ വിത്ത് കോളനീസ്. അതായത് അമേരിക്ക എന്ന് പറയുന്ന ആക്ച്വലി ബേസിക്കലി ബ്രിട്ടീഷ്, സ്കോട്ടിഷ്, ഐറിഷ് പീപ്പിൾ, പിന്നെ ബാക്കി ഇതൊക്കെയാണ്. എന്നാലും ബ്രിട്ടീഷ് കോളനീസ് ആണ് അമേരിക്ക. ബേസിക്കലി ബ്രിട്ടീഷ് കോളനീസ് ആണ്. ആ ബ്രിട്ടന്റെ ഒരു സാധനമാണ് അമേരിക്ക ഏറ്റെടുത്തതെന്നാണ് നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഓരോ ഘട്ടത്തിലും ഒരു ഡോമിനേറ്റിംഗ് പവർ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഗ്രീസ് ആയിരുന്നു വേൾഡിന്റെ ടോപ്പിൽ. പക്ഷെ ഗ്രീസ് ഒരിക്കലും ഒരു സൈനിക പദവിയിലുള്ള, സൈനികപരമായി ഡോമിനേറ്റ് ചെയ്യില്ല. അവർ അറിവ്, മറ്റു കാര്യങ്ങൾ, ട്രേഡ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. എന്നാലും അലക്സാണ്ടർ ഗ്രീക്കുകാരനായിരുന്നു. ബട്ട് സ്റ്റിൽ വേൾഡ് കോൺക്വസ്റ്റിനായിട്ട് പുള്ളി പോയി. മാസിഡോണിയ. അപ്പം ഗ്രീക്ക് ഒരേ സമയം ഒരു ഇന്റലക്ച്വൽ ആൻഡ് സൈനിക പവർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് റോമാണ്. റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ സീസർ റൂൾഡ് റോം, റോം റൂൾഡ് ദ വേൾഡ് എന്നാണ് പറയുക. റോമക്കാരുടെ മതമാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. റോമാക്കാർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ ആയത്. റോമാക്കാർക്കെതിരെ ആണ് എന്ന് തുടക്കത്തിൽ പറയുന്നെങ്കിലും ശരിക്കും റോമൻ പ്രൊജക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോകശക്തിയായിട്ട് നമ്മൾ കാണുന്നത് സ്പെയിനാണ് കുറേ നാളായിട്ട്. അത് സ്പാനിഷ് ആർമഡയുടെ തകർച്ചയോടുകൂടി സ്പെയിൻ വീഴാണ് 1488. പിന്നീട് തിരകളുടെ അധിപനായിട്ട് വരുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്, ക്വീൻ എലിസബത്ത് തൊട്ട് പിന്നെ അങ്ങോട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ യൂറോപ്പിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെപ്പോളിയൻ അതിനെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ എംപയർ ഓവർ വിച്ച് സൺ നെവർ സെറ്റ്സ് എന്നുള്ള രീതിയിൽ ലോകശക്തിയായിട്ട് മാറുന്ന ബ്രിട്ടനാണ്. ഫ്രാൻസിൻ്റെ ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ ബ്രിട്ടനാണ്. അതിനുശേഷം 20th സെഞ്ച്വറി ഏതാണ്ട് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, സെക്കൻഡ് വേൾഡ് വാർ ആണ് ശരിക്കും അമേരിക്കയെ ലോകത്തിൻ്റെ ഡോമിനേറ്റിംഗ് പവർ ആവുന്നത്. പക്ഷെ അന്ന് രണ്ട് പോൾ ഉണ്ടായിരുന്നു ബേസിക്കലി, സോവിയറ്റ് യൂണിയനും അമേരിക്കയും. പിന്നീട് 1989-90 ആകുമ്പോഴത്തേക്ക് സോവിയറ്റ് യൂണിയൻ ശിഥിലമാകുന്നു, റഷ്യൻ റിപ്പബ്ലിക്കുകൾ മോചിതമാകുന്നു, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മോചിതമാകുന്നു. പിന്നീട് ഒരു ഏകഛത്രാധിപതി പോലെ, യൂണിപോളാർ പോലെ അമേരിക്ക വരുന്നു. അപ്പോൾ ഗ്രീസ്, റോം, സ്പെയിൻ, ബ്രിട്ടൻ അലോങ് വിത്ത് ഫ്രാൻസ്, ദെൻ അമേരിക്ക. ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവും.